നമസ്കാരം. ശിവഭക്തർ ഉത്സവമാക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. എവിടെയും ശിവമന്ത്രങ്ങൾ ഉരുവിടുന്ന ദിവസം, മഹാദേവന്റെ അനുഗ്രഹം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നതായ ദിവസം, ഓരോ വിശ്വാസിക്കും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നാളുകൾ കൂടിയാണ് നാളെ ശിവരാത്രി ദിവസം. നാളെ വെള്ളിയാഴ്ചയും മഹാശിവരാത്രിയുമാണ് എന്ന പ്രത്യേകതയുണ്ട്. ധനപരമായ തടസ്സങ്ങൾ പെട്ടെന്ന് മാറുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം. ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രം ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുന്ന മന്ത്രം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം, ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ ഈ വിശേഷപ്പെട്ട മന്ത്രം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ ചില വസ്തുക്കൾ ശിവക്ഷേത്രത്തിൽ നിന്നും വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. അതേപോലെ ഭഗവാന്റെ മന്ത്രം ഓം നമശിവായ നാളെ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഏതെല്ലാം സമയങ്ങളിൽ ജപിക്കണം, ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ക്ഷേത്ര ദർശനത്തെക്കുറിച്ചാണ്. ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ നടത്തുന്ന ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും തീർച്ചയായും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. 2 നേരം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിർബന്ധം തന്നെയാണ്. അത്തരത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു. സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് മുൻപും ക്ഷേത്ര ദർശനം അതീവ ശുഭകരം തന്നെയാകുന്നു. നാം ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും അത്ഭുതങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്ഷേത്ര ദർശന വേളയിൽ ചില ശുഭലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, അവയുടെ അർത്ഥം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ, ഈ പുണ്യകരമായ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ കോരിത്തരിക്കുന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പരമശിവന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ കണ്ണുകൾ അറിയാതെയാണ് നിറഞ്ഞൊഴുകുക. മനഃപൂർവ്വം നിറഞ്ഞൊഴുകുന്നത് ദോഷകരമാണ്. എന്നാൽ ഭഗവാനെ നോക്കുന്ന അവസരത്തിൽ അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് പോകുന്നതാണ്. തിരുനെറ്റിയിൽ കുളിർമ അനുഭവപ്പെടുന്നതായ കാര്യം നിങ്ങൾക്ക് സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഈ ലക്ഷണം കാണുന്നത് ഏറ്റവും വിശേഷമാണ്. അതിനാൽ നാളെ ഈ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലാണ് എന്നിരുന്നാൽ പോലും ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും നാളെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം വിഗ്രഹത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് ചാർത്തിയിരിക്കുന്ന മാല അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അനങ്ങുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഈ ലക്ഷണം പ്രകടമാകൂ എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ ലക്ഷണം പ്രകടമാവുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. നാളെ തീർച്ചയായും ഈ ലക്ഷണം നിങ്ങൾക്ക് പ്രകടമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപരിചിതരായ വ്യക്തികൾ നമ്മെ നോക്കി ചിരിക്കുന്നതാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ചെറിയ കുട്ടികൾ നിങ്ങളുടെ കൈകളിൽ വന്ന് പിടിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ പേര് മറ്റാരെങ്കിലും
മറ്റൊരു വ്യക്തിയെ വിളിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. ക്ഷേത്രത്തിൽ വെച്ച് ആരെങ്കിലും നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിരവധിയാർന്ന വ്യക്തികൾ അവിടെ ഉണ്ടായിട്ടും നിങ്ങളോട് തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലും നിങ്ങൾ ആ സഹായം ചെയ്തു കൊടുക്കും അതിനാൽ കൂടിയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം വ്യക്തികളെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക. അതാണ് നാം ഉദ്ദേശിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ഒരു കാര്യം സംഭവിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യം ശിവക്ഷേത്രത്തിൽ വച്ച് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമാണ്. പ്രതീക്ഷിക്കാതെ വ്യക്തികളെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതിന് ആസ്പദമായ കാര്യങ്ങൾ സംഭവിക്കുക, അതും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സന്തോഷിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പക്ഷേ പെട്ടെന്ന് മനസ്സിൽ ശാന്തത, സമാധാനം എന്നിവ കടന്നു വരുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ചന്ദനം, ഭസ്മം, കളഭം എന്നിവ നിങ്ങൾ കുറിയായി അണിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവ ദീർഘനേരം മായാതെ തിരുനെറ്റിയിൽ തന്നെ ഉണ്ട് എങ്കിൽ, അഥവാ നിങ്ങളുടെ ശരീരത്തിലുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെയും അർത്ഥമാക്കുന്നത് എന്ന് തന്നെ പറയാം. ദീർഘനേരം ഭസ്മത്തിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് പ്രസാദത്തിൽ നിന്നും ലഭിച്ച പുഷ്പം ദീർഘനേരം വാടാതെ ഇരിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. നാളെ കൂവളത്തില, അതേപോലെ ശംഖുപുഷ്പം എന്നിവ പ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള വിഷമങ്ങൾ, ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി വച്ചതുപോലെ നിങ്ങൾക്ക് നാളെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമാണ്. മനസ്സിന് വളരെയധികം സന്തോഷം വർദ്ധിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക. നാളെ ചില വസ്തുക്കൾ മറക്കാതെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അവ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വസ്തു ഭസ്മമാണ്. നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാൻ ഭസ്മം വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ആർക്കെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവർ നിത്യവും വൈകുന്നേരവും ഈ ഭസ്മം തൊടുന്നത് ഏറ്റവും ശുഭകരമാണ്. കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഈ ഭസ്മം തൊടാൻ ഏവരും ശ്രദ്ധിക്കുക. ഈ ഭസ്മം തൊട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ കണ്ണീർ ദോഷം, ദൃഷ്ടിദോഷം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. അപകടങ്ങളിൽ നിന്ന് പോലും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ കുറി തൊട്ടുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കുക. ശിവകുടുംബ ചിത്രം നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നാളെ കൊണ്ടുവന്ന് ഭഗവാന്റെ ചിത്രത്തിൽ ദീപം തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കുവളത്തില, പൂജിച്ച കുവളത്തില ലഭിച്ചാൽ അത് മഹാഭാഗ്യമാണ് എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ പൂജിച്ച പുഷ്പം നിങ്ങളുടെ കൈകളിലേക്ക് നാളെ ലഭിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും ആ പുഷ്പം പൂജാമുറിയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ വാടുന്നതിന് മുൻപ് അവ ഉപേക്ഷിക്കണം, കളയണം എന്ന കാര്യവും ഓർക്കുക. ആരും ചവിട്ടാത്ത ഇടത്തോ വെള്ളത്തിലോ ഒഴുക്കി കളയാവുന്നതാണ്. കൂടാതെ നാളെ മധുരം ക്ഷേത്രത്തിൽ നിന്നും, അതായത് നേദിച്ച പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാണ്. പായസമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രസാദങ്ങൾ നാളെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ്. ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കും. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു പുഷ്പവുമായി ബന്ധപ്പെട്ടാണ്. ശംഖുപുഷ്പം ഏവർക്കും അറിയാം. ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ശംഖുപുഷ്പം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാകുന്നു. ശിവപ്രീതി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമം.
അതേപോലെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാനും ഏറ്റവും ശുഭകരമാണ് ശംഖുപുഷ്പം. കൂടാതെ ഭാഗ്യം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായ പുഷ്പം. അതിനാൽ തന്നെ നാളെ വെള്ളിയാഴ്ച കൂടി ആയതിനാൽ ഈ പുഷ്പം ഉമാമഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഈ പുഷ്പം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ. അതിനാൽ തന്നെ 3, 5, 7 ഈ പറയുന്ന സംഖ്യകൾ പ്രത്യേകം ഓർക്കുക. 3, 5, 7, 9, 11 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിൽ ഈ പുഷ്പങ്ങൾ ഭഗവാന് നാളെ വിളക്ക് കൊളുത്തുമ്പോൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇതിന് സാധിച്ചില്ല എങ്കിൽ ഒരെണ്ണമെങ്കിലും നാളെ നിങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. 3 എണ്ണം സമർപ്പിക്കുകയാണ് എങ്കിൽ ദാരിദ്ര്യം ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും. 5 എണ്ണമാണ് സമർപ്പിക്കുന്നത് എങ്കിൽ രോഗശമനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 7 എണ്ണമാണ് സമർപ്പിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. 9 എണ്ണമാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കും. 11 എണ്ണമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി മാറും. ഇത്തരത്തിലാണ് ഫലങ്ങൾ. തീർച്ചയായും ഈ ഫലങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഭഗവാന് പുഷ്പം സമർപ്പിക്കുവാൻ ശ്രമിക്കുക. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, തീർച്ചയായും ഈ പുഷ്പം വീടുകളിൽ മാത്രമല്ല ഭഗവാന്റെ നടയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് തന്നെ ഈ സംഖ്യ അനുസരിച്ച് സമർപ്പിക്കുവാൻ നാളെ നിങ്ങൾ ശ്രമിക്കുക. ഈ പുഷ്പം സമർപ്പിക്കുന്ന അവസരത്തിൽ തീർച്ചയായും നിങ്ങളുടെ ഗൃഹനാഥന്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ പേരിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി കൂടി നടത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് ഓം നമഃശിവായ എന്ന കാര്യം ഏവർക്കും അറിയാം. എന്നാൽ ഈ മന്ത്രം ഏത് സമയത്തും ജപിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ നാളെ പ്രത്യേകിച്ചും ഈ മന്ത്രം ഏവരും ജപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ തീർച്ചയായും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. എന്നാൽ എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിരാവിലെ ജപിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ തന്നെ രാത്രി ജപിക്കുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഉറക്കമൊഴിക്കുന്ന അവസരത്തിൽ ജപിക്കുന്നതും ഉത്തമമാണ്. അത്തരത്തിൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഈ മന്ത്രം ജപിക്കുക. 108 തവണ ബ്രാഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നത് ഉത്തമമാകുന്നു. പ്രത്യേകിച്ചും കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ അവർ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ ബുദ്ധി തെളിഞ്ഞ് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മുതിർന്നവരും കുട്ടികളും ഈ കാര്യം പ്രത്യേകിച്ചും ഈ മന്ത്രം പ്രത്യേകിച്ചും ജപിക്കുവാൻ നാളെ ശ്രമിക്കേണ്ടത് തന്നെയാണ്. വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ജപിച്ചാൽ എല്ലാ ദിശകളിൽ നിന്നും, അതായത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. നിങ്ങൾക്ക് എല്ലാ ദിശകളിൽ നിന്നും സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് ചുരുക്കം. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മനസമാധാനം വർദ്ധിക്കും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഈ മന്ത്രം നാളെ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. ഏവർക്കും ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.